വിനോദസഞ്ചാരികളുമായി യാത്ര തിരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ട 13 മരണം. ബോട്ട് ഗേറ്റ്വേ ഓഫ് ഇന്ത്യക്ക് സമീപം നാവികസേനയുടെ ബോട്ടുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രേംലാൽ ചേരുകയാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. പ്രേംലാൽ, മരണസംഖ്യ ഉയരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇനിയും എത്രമാത്രം ബാക്കിയുണ്ട്? ഏത് നിലയിലാണ് നിലവിലെ വിവരങ്ങൾ? അതെ, സീത പറഞ്ഞ പോലെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 13 ആയി. ബോട്ടിൽ 100-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പരമാവധി യാത്രക്കാരെ തള്ളിക്കയറ്റി വിടുന്ന സ്വകാര്യ ഫെറി സർവീസുകളിലൊന്നാണ് അപകടത്തിൽ പെട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ലാത്തത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാരിൽ നിന്ന് ലഭിച്ച ഏകദേശ വിവരങ്ങൾ പ്രകാരമാണ് 100-ലധികം പേർ ബോട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതുവരെ 5 ബോട്ട് ജീവനക്കാരടക്കം 77 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇരുട്ടായതും കടൽ വെള്ളത്തിന്റെ കൊടും തണുപ്പും രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അമിത വേഗത്തിൽ വന്ന സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ട് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടലിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നാവികസേനയുടെ സ്പീഡ് ബോട്ടാണ് നിയന്ത്രണം വിട്ട് നീൽക്കമൽ ഫെറിയിലേക്ക് ഇടിച്ചു കയറിയത്. മരിച്ചവരിൽ 10 വിനോദസഞ്ചാരികളും 3 നാവികസേനാംഗങ്ങളും ഉൾപ്പെടുന്നുവെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽപ്പെട്ട് ബോട്ട് ശക്തമായി ഒലിഞ്ഞതോടെ യാത്രക്കാർ പരിഭ്രാന്തരാകുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ബോട്ട് തലകീഴായി മറിയുകയായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട യാത്രക്കാർ പറയുന്നത്. യാത്രക്കാരിൽ കുട്ടികൾ പ്രേംലാൽ, നോക്കൂ, രക്ഷാപ്രവർത്തനം ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ 75ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്ന് പ്രേംലാൽ പറയുന്നുണ്ട്. ഏകദേശ കണക്ക് പ്രകാരം 100 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇനിയും കണ്ടെത്താനുള്ളത് 30-ലധികം പേരെയാണ്. പക്ഷേ രാത്രിയായിട്ടുണ്ട്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പം നടക്കാവുന്ന ഒരു മേഖലയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ മുംബൈ പോലീസ്, ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ് അടങ്ങുന്ന 1 ഡസനോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് തിരച്ചിൽ തുടരുന്നത്. കൂടാതെ 4 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 3 പോലീസ് ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളും സഹായത്തിന് എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇരുട്ടാണ്. കടൽ വെള്ളത്തിന്റെ കൊടും തണുപ്പും ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. 5ഓളം പേര് ഇനിയും കാണാതായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്ര പേരുണ്ടെന്നുള്ളതിന്റെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴും പോലീസിന് പോലും വ്യക്തമല്ല. എന്തായാലും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇവരെല്ലാം കണ്ടെത്താനാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകർ. ശരി, പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ പ്രേംലാൽ. മടങ്ങി വരാം വീണ്ടും പ്രേംലാലിലേക്ക്. വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടാണ് ഇപ്പോൾ 13 മരണം സ്ഥിരീകരിക്കുന്നത്. 100-ലധികം പേർ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. സ്വകാര്യ ഫെറി സർവീസാണ് അത്. നാവികസേനയുടെ പരിശീലന ബോട്ടുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുകയും ചെയ്തത്. രക്ഷാപ്രവർത്തനം രാത്രി വൈകിയും പുരോഗമിക്കുകയാണ്.